ഹലോ, വെൽക്കം ടു ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്. ഇന്ന് നമ്മുടെ സമ്പത്തിന്റെ രഹസ്യങ്ങളിൽ 6-ാം ദിവസത്തെ സെഷനാണ്. ഈ 6 ദിവസത്തെ സെഷൻസുകൾ നിങ്ങൾ കണ്ടു. അതിന് നിങ്ങൾ നടത്തുന്ന പ്രോത്സാഹനത്തിനും അതുപോലെ നിങ്ങളുടെ കമന്റുകൾക്ക് എല്ലാവർക്കും നന്ദി. ഇന്ന് നമ്മൾ ഇവിടെ നമ്മൾ സമ്പത്തിന്റെ രഹസ്യങ്ങൾ പറയുമ്പോൾ ഞാൻ എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ്സുകാരുടെ കാര്യങ്ങളിൽ കൂടിയാണ് പറയാൻ, ആ കണ്ണിലൂടെയാണ് കാണാൻ ശ്രമിക്കുന്നത്. ഇതിന്റെ ഒരു പുസ്തക രൂപത്തിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ കോമൺ ആയിട്ട് എല്ലാവരുടെയും സാധാരണ സമ്പത്തിന്റെ രഹസ്യങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിന്റെ നിയമങ്ങളെ പറ്റിയിട്ടാണ് പറയണത്. പക്ഷെ ഞാൻ ഇവിടെ പോഡ്കാസ്റ്റായിട്ട് സംസാരിക്കുമ്പോൾ ബിസിനസ്സുകാർക്ക് കൂടുതൽ അവരെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ പറ്റിയിട്ടാണ് കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. നിയമങ്ങൾ ഏകദേശം സെയിം തന്നെ ആയിരിക്കും, പക്ഷെ ബിസിനസ്സുകാർക്ക് വേണ്ടി പറയണം എന്ന് കരുതുകയാണ്. അതുകൊണ്ട് 6-ാമത്തെ നിയമത്തിലേക്ക് കടക്കാം. നമ്മുടെ ഏറ്റവും കൂടുതലായിട്ട് ബിസിനസ്സുകാർക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയ തെറ്റ് ചിലവ് മനസ്സിലാക്കാത്തതാണ് എന്നുള്ളതാണ്. ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്കൻ ഫോർ എന്റർപ്രണർ മേക്ക്. ഇവിടെ പൊതുവെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. പല ബിസിനസ്സുകാരും കരുതുന്നത് കൂടുതൽ വിൽപ്പനയുണ്ടെങ്കിൽ അവർ വിജയിക്കുമെന്നാണ്. പക്ഷെ അതൊരു അർത്ഥസത്യം മാത്രമല്ലേ. നമ്മൾ ബിസിനസ്സുകാർക്ക് എല്ലാവർക്കും സ്വപ്നമുണ്ട്. ബിസിനസ് വളരട്ടെ, വരുമാനം ഇരട്ടിയാകട്ടെ, പണം ഒഴുകട്ടെ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമുക്ക് പലർക്കും ആ സ്വപ്നം കാണാൻ പോലും ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ സ്വപ്നം കാണുമ്പോൾ പോലും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. അത് ബിസിനസ്സിലെ ചെലവുകളാണ്. അപ്പോ സുഹൃത്തുക്കളെ, ബിസിനസ്സിൽ നിങ്ങൾ എത്ര നേടുന്നു എന്നത് മാത്രമല്ല പ്രാധാന്യമുള്ളത്, നിങ്ങൾ എത്ര നഷ്ടപ്പെടുത്തുന്നു എന്നത് കൂടി അതിലേറെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഏർണിംഗ് ബിൽഡ് യുവർ ഈഗോ, ബട്ട് സേവിങ് ബിൽഡ് യുവർ എംപയർ എന്ന് പറയാം. അതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ചിലവ് മനസ്സിലാക്കുന്നത് തന്നെ സമ്പത്തിന്റെ ആദ്യ നിയമം എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ വിൽപ്പന കൂടുന്നത് വിജയമാണോ എന്ന് ചോദിച്ചാൽ പലർക്കും തോന്നും ആണെന്ന്. പക്ഷെ ഞാൻ തീർത്തും പറയണു, എന്റെ ബിസിനസ്സിൽ പ്രതിമാസം 5 ലക്ഷം രൂപയുടെ വിൽപ്പനയുണ്ട്, അതുകൊണ്ട് ഞാൻ വിജയിയാണെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടമുണ്ട്. പക്ഷെ ചോദ്യം ഇതാണ്, ആ ബിസിനസ്സിൽ 5 ലക്ഷത്തിൽ എത്ര രൂപ നിങ്ങളുടേതാക്കി ബാക്കിയുണ്ട് എന്നുള്ളതാണ്. അപ്പോഴല്ലേ സക്സസ് എന്ന് പറയാൻ പറ്റുള്ളൂ. പലപ്പോഴും അത്തരം ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്കൊക്കെ ഞാൻ കണ്ടവരും കേട്ടവരും ഇനിയിപ്പോ നിങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരം എന്ന് പറയുന്നത് പൊതുവെ പറഞ്ഞാൽ ഒന്നിക്കൽ മൈനസ് അല്ലെങ്കിൽ ശൂന്യം എന്നായിരിക്കും പറയേണ്ടത്, 0. കാരണം ചെലവ് അത്രയും കൂടുതലാണ്, അല്ലെങ്കിൽ അനിയന്ത്രിതമാണ്. കാരണം പരസ്യമുണ്ട്, സപ്ലയർ പേയ്മെന്റ് ഉണ്ട്, അവരവരെ സ്വന്തം ചെലവുകളുണ്ട്, അനാവശ്യമായിട്ടുള്ള ലക്ഷറികളുണ്ട്, ഓരോന്നും മനസ്സിലാക്കാതെ പോകുന്ന, എഴുതി വെക്കാതെ പോകുന്ന, അല്ലെങ്കിൽ എഴുതി വെച്ചാലും അക്കൗണ്ടന്റ് പറഞ്ഞാൽ ശ്രദ്ധിക്കാതെ പോകുന്ന, നാട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെ അക്കൗണ്ടന്റിനെ ഇല്ല കൃത്യമായിട്ട്, പണം ഒഴുകിപ്പോകുന്നു എന്നതാണ്. അപ്പോൾ അത് ബിസിനസ് വളർച്ചയാണോ തളർച്ചയാണോ എന്ന് താഴെ ഒന്ന് കമന്റായിട്ട് നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക. ഇത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യെസ് എന്നൊന്ന് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ബിസിനസ് ലോകത്ത് 2 തരത്തിലുള്ള ചെലവുകൾ ഉണ്ട് എന്നാ പറയാം. ഒന്ന് ഗ്രോത്ത് എക്സ്പെൻസ്, മറ്റൊന്ന് വേസ്റ്റ് എക്സ്പെൻസ്. ഇത് ബിസിനസിന്റെ ഫണ്ടമെന്റൽ നിയമമാണ്. വളർച്ചാ ചെലവ് അല്ലെങ്കിൽ വ്യർത്ഥ ചെലവ് എന്ന് പറയും. അപ്പൊ ഗ്രോത്ത് എക്സ്പെൻസ് എന്താണ്? നമ്മുടെ ബിസിനസിന്റെ ഭാവി വരുമാനത്തിന് വഴിയൊരുക്കുന്ന ചിലവുകൾ. ഉദാഹരണത്തിന് മാർക്കറ്റിംഗ്, ട്രെയിനിങ്, ടെക്നോളജി അപ്ഗ്രേഡ്, ഇതൊക്കെ ചെലവാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടാകും. വേസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന, എൻ്റെ ബിസിനസ് വളരാത്ത ചിലവുകൾ എന്ന് പറയും. അല്ലെങ്കിൽ അനാവശ്യമായ ഓഫീസ് അലങ്കാരങ്ങൾ, തോന്നിയ പ്രൊമോഷണൽ ഓഫറുകൾ, സ്റ്റാറ്റസ് കാണിക്കാനുള്ള ചില വിദ്യകൾ. ഒന്നും ഞാൻ വൺ ബൈ ആയി എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഐ എം നോട്ട് ദ വൺ ടു ഗിവ് യു ദിസ് വൺ ഈസ് വേസ്റ്റ്, നോ, ദാറ്റ് ഈസ് നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനം എടുക്കാൻ പറ്റും. ഞാൻ മെന്റർഷിപ്പ് ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ ഞാൻ എടുത്തു കളയാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. വേണ്ട, ഞാനും പൊതുവെ ഇത് ചെയ്യാറില്ല.
ഈ പണക്കാരർ എന്ന് പറയുന്നത്, സമ്പന്നരായവർ എന്ന് പറയുന്നത് രണ്ടിനുമിടയിൽ വലിയ വ്യത്യാസം കാണുന്നവരാണ്. പാവപ്പെട്ട അല്ലെങ്കിൽ ദരിദ്ര ബിസിനസ്സുകാർ അത് ചെലവിനൊരു പൊതുവിഭാഗമായി മാറ്റുന്നു എന്നാണ് പറയാം. അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം ഇത്രയാണ്, നിങ്ങളുടെ പണം എവിടെയാണ് പോകുന്നത്? ഡു യു ഹാവ് ആൻ ആൻസർ ഫോർ ദാറ്റ്? ഉണ്ടെങ്കിൽ യെസ് ഒന്ന് താഴെ ടൈപ്പ് ചെയ്യോ, എന്നിട്ട് പറയൂ എൻ്റെ ബിസിനസ്സിൽ ഇന്ന് ഈ മാസം ഇത്രയാണ് ചെലവ്, ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കി, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളിലൂടെ ഞാൻ ഗ്രോത്ത് ഉണ്ടാക്കി എന്നൊന്ന് പറയാൻ പറ്റുമോ? അപ്പോ എത്ര പേർക്ക് അതിനുള്ള ഉത്തരം ഉണ്ട് എന്ന് താഴെ കമൻ്റായിട്ടൊന്ന് പറഞ്ഞോളൂ. എത്ര പേർക്ക് മന്ത്ലി എക്സ്പെൻസ് ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ട് ബിസിനസ്സിൽ? നിർബന്ധം, നോ രക്ഷ, വേറെ ഒരു വഴിയും വേണ്ട. നന്നാവാനായിട്ട് അതൊന്ന് ഫോളോ ചെയ്താൽ മതി. എത്ര പേർക്ക് ക്ലിയർ ക്യാഷ് ഫ്ലോ പ്ലാൻ ഉണ്ട്? എത്ര കൊടുക്കണം, ഈ മാസം കൊടുക്കേണ്ട പ്ലാൻ എത്രയാണ്, കിട്ടേണ്ട പ്ലാനാണ്. ഇതൊക്കെ ഞാൻ കൃത്യമായി പ്ലാൻ ചെയ്ത് വെക്കുന്ന സംഭവങ്ങളാണ്. ആദ്യം തന്നെ മന്ത് ഫസ്റ്റ് തന്നെ എത്ര പേർക്ക് ഈ മാസം പേയ്മെന്റ് കൊടുക്കാനുണ്ട്, എത്ര സ്ഥലത്ത് നിന്ന് കിട്ടാനുണ്ട്, എത്ര ഈ മാസം എക്സ്പെക്റ്റഡ് സെയിൽ എത്രയായിരിക്കും, ആ പ്രൊജക്ഷൻ കംപ്ലീറ്റ് 1-ാം തീയതി 2-ാം തീയതി നമ്മൾ സെറ്റാണ്, റെഡി ആയിരിക്കും. അപ്പൊ എത്ര പേർക്ക് ROI അളക്കാനുള്ള ശീലമുണ്ട് എന്നുള്ളതാണ്. ഈ ROI ഒക്കെ ശരിക്കും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ചെറിയ ബിസിനസ് ആയാലും വലിയ ബിസിനസ്സും ROI ഒക്കെ നമ്മൾ കൃത്യമായി ശീലിച്ചെടുക്കേണ്ട സാധനമാണ്. ഈ 3 കാര്യങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ ഒരു ചെലവിന്റെ ലാഭാണ് എക്സ്പെൻഡിച്ചർ ലാബ് എന്നാ പറയാം. അതായത് എക്സ്പെൻഡിച്ചർ ലാബ് സമ്പത്തിന്റെ ഫാക്ടറി അല്ല എന്നറിയാം. പണം എത്ര ഒഴുകിയാലും നിൽക്കാത്ത ബിസിനസ് ആയിരിക്കണം, അതൊരു ഭ്രമമായിരിക്കണം നമുക്ക്. ഒരുപാട് ബിസിനസ്സുകൾ കാണാം, ഡെയിലി സെയിലുണ്ട്, കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്, സ്റ്റാഫുകളെല്ലാം ബിസിയാണ്, പക്ഷെ ബാങ്കിലേക്ക് മാത്രം തിരിച്ചു നോക്കിയാൽ ശൂന്യം. അതുള്ള കാരണം ഒരേ ഒരു കാര്യം തന്നെയാണ്. നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ, വൈ ദാറ്റ് ഹാപ്പനിങ്, കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. അതിനുള്ള ഒരേ ഒരു കാരണം അജ്ഞതയാണ് ഇതിന്റെ ഏറ്റവും കാരണം. ചെലവ് മനസ്സിലാക്കാത്തത് കൊണ്ട് എന്നാണ് സിമ്പിളായിട്ട് പറഞ്ഞത്. അവർക്ക് വർക്കിംഗ് ബിസിനസ് നടത്തുന്നു, വെൽത്ത് ക്രിയേറ്റിംഗ് ബിസിനസ് അവർ നടത്തുന്നതേയില്ല. അപ്പൊ ചെലവുകൾ മനസ്സിലാക്കാത്തവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം. നിങ്ങളുടെ ചെലവുകൾക്ക് വ്യക്തത വരുമ്പോൾ നിങ്ങൾ ഒരു അത്ഭുതം, അല്ലെങ്കിൽ നിങ്ങളുടെ ചെലവുകൾക്ക് നിങ്ങൾ വ്യക്തത വരുത്തുമ്പോൾ നിങ്ങൾക്കൊരു അത്ഭുതം സംഭവിക്കുമെന്നാ പറയാം. അത് നിങ്ങളുടെ മനസ്സിന്റെ ശാന്തി എന്ന് പറയുന്ന അത്ഭുതം. റെഡിയാണോ ബിസിനസ്സുകാരൻ? നിങ്ങൾക്കത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ ജോയിൻ അവർ ക്ലാസ്സിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മറ്റു ദിവസം ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ക്ലാസ് സെല് ചെയ്യാൻ വന്നതല്ല, അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഇപ്പൊ ഇവിടെ പ്രതിപാദിക്കുന്നില്ല. നിങ്ങൾ ഇനി പണത്തെക്കുറിച്ച് ഭയമില്ലാതെ അതിന് നിയന്ത്രിക്കാൻ പഠിക്കണം, അതിന് സ്വാധിക്കണം. അതിനുള്ള സാമഗ്രികളൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്, നമ്മൾ എടുത്തുണ്ട്. അത് തന്നെയാണ് സമ്പത്തിന്റെ യഥാർത്ഥ രൂപമെന്ന് മനസ്സിലാക്കുക. മനസ്സിലുള്ള നിയന്ത്രണം പണത്തിനുള്ള ബുദ്ധിയാണെന്ന് അറിയുക. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ബിസിനസ് മാസ്റ്ററി ആക്ഷൻ എന്ന് പറയുന്നത് ഇന്ന് തന്നെ നിങ്ങളുടെ ചെലവുകൾ 3 വിഭാഗത്തിലേക്ക് മാറ്റി എഴുതുക നിർബന്ധമായിട്ടും. ഗ്രോത്ത് എക്സ്പെൻസ്, ഓപ്പറേഷണൽ എക്സ്പെൻസ്, വേസ്റ്റ് എക്സ്പെൻസ് ഉണ്ടോ എന്ന് നോക്കുക. വേസ്റ്റ് എക്സ്പെൻസുകൾ കട്ട് ചെയ്യാൻ തുടങ്ങുക, ഗ്രോത്ത് എക്സ്പെൻസ് കൂട്ടുക, ഓപ്പറേഷണൽ എക്സ്പെൻസ് ഒപ്റ്റിമൈസ് ചെയ്യുക. 3 തരംതിരിച്ചു കൊണ്ടുപോവുക. ഒരു 30 ദിവസം കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ ബാലൻസ് മാറ്റം കാണാൻ സാധിക്കുമെന്നതാണ്. ബിസിനസ്സിൽ വിജയിക്കാൻ പണം ഉണ്ടാക്കണമെന്നല്ല, പണം നിലനിർത്തണം എന്നതാണ് തത്വം. പണം ഉണ്ടാക്കുന്നത് കഠിനാധ്വാനം കൊണ്ടാണ്, പക്ഷെ പണം നിലനിർത്തുന്നത് ബുദ്ധിയുള്ള കാര്യമാണ്. ചിലവുകൾ മനസ്സിലാക്കുക, സമ്പത്തിന്റെ വാതിലുകൾ തുറക്കും എന്നറിയുക. അപ്പോൾ എല്ലാ ബിസിനസ്സുകാരോടും പറയാനുള്ള ഉത്തരവേ ഉള്ളൂ, നിങ്ങൾ കരുതുന്ന പോലെയല്ല, വിൽപ്പന ഉണ്ടായാൽ മാത്രം ബിസിനസ് ആവില്ല. അതിന് വിജയിക്കുന്നുവെങ്കിൽ നമ്മൾക്ക് ബുദ്ധിപരമായിട്ട് ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എല്ലാ ദിവസവുമുള്ള ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ സ്വീകരിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ബിസിനസ്സിൽ മാറ്റമുണ്ടാക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക.
So we'll work together for a better tomorrow. Thank you very much. Have a nice day. Thank you.